അടുത്ത നോമിനേഷൻ ചെയ്യാൻ വന്നത് അക്ബറാണ്. അക്ബർ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അനീഷ് സ്ക്രീൻ പേസിന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് അനീഷേട്ടൻ പറയും ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അനീഷേട്ടൻ മാറാൻ ശ്രമിക്കുന്നില്ല. നിവിൻ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞാലും അനീഷേട്ടൻ ക്യാമറ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അനീഷേട്ടൻ മാറിക്കൊടുക്കും. അല്ലെങ്കിൽ അനീഷേട്ടൻ മാറത്തില്ല, അവിടെ നിന്ന് കഴുകും. വേറൊരാൾ വന്ന് കഴുകാമെന്ന് പറഞ്ഞാലും മാറത്തില്ല. എന്നിട്ട് പോയി ക്യാപ്റ്റനോട് പോയി കംപ്ലയിൻറ്റ് പറയുന്നത്. ഒരാളുടെ പാത്രം കഴുകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് കഴുകാമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്? വേറൊരാൾ വന്ന് പറയുന്നില്ല ഞാൻ കഴുകാമെന്ന്. അന്നേരം മാറി കൊടുക്കാതെ കഴുകിയിട്ട് പിന്നെ പോയി ക്യാപ്റ്റനോട് കംപ്ലയിൻറ്റ് പറയുന്നത് എന്തിനാണ്? അപ്പോൾ അനീഷേട്ടന് ഓരോ കാര്യങ്ങളും ക്യാമറ സ്പേസിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് അക്ബർ പറയുന്നത്. അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിന്ന് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുകയാണ്. എത്ര നേരമായി പ്രഹസനം തുടങ്ങിയിട്ടെന്ന്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന അനീഷേട്ടൻ തന്നെ ഇത് പറയണം. അനീഷേട്ടൻ എത്ര സമയമാണ് എന്നെ നോമിനേറ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടതെന്ന് അക്ബർ പറയുന്നത്. അനീഷേട്ടൻ്റെ കാര്യം തിരക്കാൻ മതി എന്ന് പറയുമ്പോൾ അനീഷ് വീണ്ടും എഴുന്നേറ്റ് പറയുന്നു ഞാൻ വരുമ്പോൾ മാത്രമല്ല അത് പറയേണ്ടത്. ബെസൽ ക്യാപ്റ്റന് അത് കഴുകണമായിരുന്നെങ്കിൽ കഴുകണമായിരുന്നു. ബെസൽ ക്യാപ്റ്റനും അക്ബറും എന്താണ് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോട് അത് പറയണ്ടെന്ന് അനീഷ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്. അപ്പം അക്ബർ പറയുന്നത് അനീഷേട്ടൻ്റെ ഊടായിപ്പാണ് ഞാൻ പൊളിച്ചടുക്കിയതെന്ന്. അടുത്ത അക്ബർ പറയണേ പിന്നെ ഞാൻ ലക്ഷ്മിയുടെ കേസ് ഞാൻ ബിന്നിയുടെ സൈഡും പിടിച്ചിട്ടില്ല, ഷാനവാസിൻ്റെ സൈഡും പിടിച്ചിട്ടില്ല. ഞാൻ വളച്ചൊടിച്ചിട്ടില്ല. ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ വളച്ചൊടിച്ചിട്ടില്ല എന്ന്. ഉണ്ണീലിൻ്റെ കാര്യത്തിൽ അതാണ് ലക്ഷ്മിയുടെ പ്രശ്നം. ഷാനവാസിൻ്റെ കാര്യത്തിൽ അതാണ് ലക്ഷ്മിയുടെ പ്രശ്നം. എന്താണെന്ന് അറിയാതെയാണ് ലക്ഷ്മി സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഞാനിത് കണ്ടിട്ടില്ലാത്ത വിഷയമാണെന്ന്. ഒരു സ്റ്റേറ്റ്മെൻറ്റും കാണാതെ ഞാൻ പറയത്തില്ല. ഒരാളുടെ പക്ഷവും ഞാൻ പറഞ്ഞിട്ടില്ല. കുറ്റം ചെയ്തവരും ബാധിക്കപ്പെട്ടവർക്കും അവർക്ക് അവരുടേതായ ശരികളുണ്ട്. അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. ലക്ഷ്മി മനസ്സിലാക്കേണ്ടത് ലക്ഷ്മി എടുത്ത് കാര്യങ്ങൾ വരുന്നില്ലെങ്കിൽ, ലക്ഷ്മി എടുത്ത് ആരും ഇൻട്രാക്ട് ചെയ്യാൻ വരുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് ലക്ഷ്മി മനസ്സിലാക്കേണ്ടത്. അത് ലക്ഷ്മി തിരിച്ചറിയുക, എന്നിട്ട് തിരുത്തുക, ഉള്ളിൻ്റെ ഉള്ളിൽ നന്നാവാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ലക്ഷ്മിയോട് പറയാനുള്ളത്. അക്ബർ അനുമോളെക്കുറിച്ചും നിവിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അത് കോമഡി ആയിട്ട് തന്നെ തമാശയായിട്ട് ടാസ്കിൽ നടന്ന ഓരോ കാര്യങ്ങൾ, അക്ബറിൻ്റെ മുണ്ട് വലിച്ചൂരാൻ ശ്രമിച്ചതും അനുമോൾ കുട കൊണ്ട് കുത്താൻ ശ്രമിച്ചതും അതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മിയും അനീഷിനെയും. അനീഷേട്ടനും ലക്ഷ്മി നല്ല കോംബോ ആയിരിക്കും, ജയിലിൽ പോയിട്ട് നന്നാവാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെ നോമിനേഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.